ഈ കഴിഞ്ഞ 4 വർഷം അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിരുന്നില്ല. കഴിഞ്ഞ 4 വർഷവും ഇത്തരമൊരു കാര്യത്തിലേക്ക് കേന്ദ്ര സർക്കാർ കടന്നിരുന്നില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ട് മുന്നേ മാത്രമാണ് ഈ ഒരു വിജ്ഞാപനം പുറത്തിറക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായത്. പ്രത്യേകിച്ച് ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തു വരാനൊക്കെ ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഒരുപക്ഷെ ഈ ആഴ്ച അവസാനത്തോടു കൂടി തന്നെ പൊതു തെരഞ്ഞെടുപ്പ് രാജ്യത്ത് പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അതിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ എന്തുകൊണ്ട് പൗരത്വ നിയമ ഭേദഗതി അതിലൊരു വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറത്തിറക്കി എന്നൊരു ചോദ്യം കൂടി വളരെ പ്രധാനമായിട്ട് ഉയർന്നു വരുന്നുണ്ട്. അവിടെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഒരു മത ധ്രുവീകരണം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള മത ധ്രുവീകരണം തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കുന്നത് എന്ന വിമർശനം കൂടി ശക്തമാകുന്നത്. ആവണി, തീർച്ചയായും വിഷ്ണു സൂചിപ്പിച്ചതുപോലെ ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പൗരത്വ ഭേദഗതി തീർച്ചയായും നടപ്പാക്കേണ്ടത് ഇതിനുള്ളൊരു നീക്കം നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന തന്നെയാണ് എല്ലാത്തിൻ്റെയും അടിത്തറ. അതിനെ ഇളക്കി മറിച്ചുകൊണ്ട് മതത്തെ അടിസ്ഥാനപ്പെടുത്തിയാണോ തീർച്ചയായും ഇത്തരത്തിലൊരു നിയമം പ്രാബല്യത്തിൽ വരുന്നത്? ആവണി, തീർച്ചയായിട്ടും അതുതന്നെയാണ് ഏറ്റവും പ്രധാനമായി ഉയർന്നു വരുന്ന ചോദ്യം. അത് പ്രതിപക്ഷം ഉൾപ്പെടെ ചോദിച്ച തുടക്കം മുതൽ തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം അതാണ്. കാരണം ഭരണഘടന എല്ലാവർക്കും തുല്യ അവകാശം എന്നതടക്കം മുന്നോട്ട് വയ്ക്കുമ്പോൾ ആ ഭരണഘടന നൽകുന്ന തുല്യ അവകാശം പോലും എല്ലാ വിഭാഗങ്ങൾക്കും നൽകാതെയാണ് പൗരത്വ നിയമ ഭേദഗതി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത്. അവിടെയാണ് ഈ മതധ്രുവീകരണത്തിൻ്റെ അടക്കം പ്രശ്നങ്ങൾ, രാജ്യത്തെ മതത്തിൻ്റെ പേരിൽ വിഭജിക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ BJPയുടെ നീക്കമടക്കം വ്യക്തമാകുന്നതും ആ ഒരു ഘട്ടത്തിൽ തന്നെയാണ്. കാരണം അതാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ 6 ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഇത്തരത്തിൽ പൗരത്വം നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുമ്പോൾ അതിൽ നിന്ന് മുസ്ലിം വിഭാഗങ്ങളെയാണ് ഒഴിവാക്കി നിർത്തുന്നത്. ആ മുസ്ലിം വിഭാഗങ്ങളെ എന്തുകൊണ്ട് ഒഴിവാക്കി നിർത്തുന്നു എന്നതിലടക്കം ഇനിയും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും കൃത്യമായിട്ട് ഒരു മറുപടി ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. 2014 ഡിസംബർ 31 മുമ്പ് ഇന്ത്യയിലെത്തിയവർക്ക് മാത്രമാണ് ഇത്തരത്തിൽ പൗരത്വം നൽകുക. അത് ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ ഈ 3 രാജ്യങ്ങളിൽ നിന്ന് മാത്രം ഇന്ത്യയിലേക്ക് കുടിയേറിയവർക്കാണ് അത്തരത്തിലൊരു പൗരത്വം നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ട് ഈ 3 രാജ്യങ്ങൾ എന്നതിന് പോലും ഒരു കൃത്യമായ മറുപടി കേന്ദ്ര സർക്കാർ പറയുന്നില്ല. കാരണം ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ശ്രീലങ്കയുണ്ട്, അതുപോലെ തന്നെ മറ്റ് അയൽ രാജ്യങ്ങളുണ്ട്. അപ്പോൾ ഈ അയൽ രാജ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ ഇന്ത്യയിലേക്ക് കുടിയേറിയവർക്ക് എന്തുകൊണ്ട് പൗരത്വം നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല